കോഴിക്കോട് താമരശ്ശേരിയിൽ 70-കാരനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പരാതി. മലപ്പുറം വയനാടൻകുന്ന് സ്വദേശി കുഞ്ഞു മൊയ്തീനാണ് മർദ്ദനമേറ്റത്. യുവതിയെ ഉപദ്രവിച്ച കേസിൽ 75 ദിവസം ജയിൽവാസം അനുഭവിച്ച പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു മർദ്ദനം. പരാതിക്കാരിയുടെ ഭർത്താവ് സംഘവും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് കുഞ്ഞു മൊയ്തീന്റെ പരാതി. ജയിൽവാസം അനുഭവിച്ചത് വ്യാജ പരാതിയിലാണെന്നും കുഞ്ഞു മൊയ്തീൻ പറയുന്നു. ഞാൻ ഒരു കേസ് സംബന്ധമായിട്ട് ജയിലിലായിരുന്നു. നിരപരാധിയായ എൻ്റെ പേരിൽ കൊടുത്തൊരു കേസ്. ആ കേസിൻ്റെ പേരിൽ ഞാൻ 10-70 ദിവസം ജയിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി എൻ്റെ നാട്ടിൽ വന്ന് ഒരു ജീപ്പുമായിട്ട് 5-6 ഗുണ്ടകൾ വന്നിട്ട് എന്നെ പിടിച്ച് ബലമായിട്ട് കൈ കെട്ടിക്കണ്ട് ജീപ്പ് കയറ്റി കാവുംപുറം അങ്ങാടി കൊണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവുംപുറം അങ്ങാടി കൊണ്ട് വെച്ച് ഒരു പോസ്റ്റിൻ്റെ മുകളിൽ എന്നെ കെട്ടിയിട്ട് കണ്ട അവർ കണ്ടമാനെന്നെ അടിച്ച് ആ വേദന ഇന്നും നിലനിൽക്കും. പക്ഷെ നല്ല കാര്യത്തിൽ ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ റൂറൽ SP ആണ് ഉണ്ടായത്. SP ഈ കാര്യം വളരെ വിശദമായിട്ട് എന്നോട് ചോദിക്കുകയും പറയുകയും ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയും ചെയ്തപ്പോൾ SP ആണ് ഈ കേസിൻ്റെ എല്ലാ ഇതും മറ്റവരോട് പറഞ്ഞു അത് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ സംഭവം. അവിടെ നിന്ന് കണ്ടമാനം മർദ്ദിച്ചിരുന്നു. ജീപ്പിൽ വെച്ച് കൈയൊക്കെ കെട്ടി ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റിൽ കൊണ്ടുവച്ച് കണ്ട് കെട്ടി കയറുകൊണ്ടും കയ്യും കെട്ടി ആണ് പിന്നെ അവരടിച്ചത്. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുണ്ട് വിശദാംശങ്ങളുമായി. ബെൻസൺ, എന്താണ് സംഭവം? ഇയാൾ പരാതിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? അതിന സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുപ്പാടി മലപ്പുറം വയനാടൻകുന്ന് സ്വദേശിയായിട്ടുള്ള കുഞ്ഞു മൊയ്തീൻ 70 വയസ്സുകാരനാണ്. ഇദ്ദേഹമാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം ഇയാളെ ഒരു സംഘം ആളുകൾ വീട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് സഹോദരിയുടെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ടുപോയി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി. ഇയാൾ കഴിഞ്ഞ 75 ദിവസമായി പ്രദേശവാസിയായ ഒരു സ്ത്രീയെ ആക്രമിച്ചു എന്ന കേസിൽ 75 ദിവസമായി ജയിൽവാസം അനുഭവിക്കുകയായിരുന്നു. ആ ജയിൽവാസം അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഈ ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ പരാതി നൽകിയ പരാതിക്കാരിയുടെ ഭർത്താവും സംഘവുമാണ് മർദ്ദിച്ചത് എന്നാണ് കുഞ്ഞു മൊയ്തീൻ പോലീസിൽ നൽകിയിട്ടുള്ള പരാതി. നമുക്ക് ആ ദൃശ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോയിൽ കാണാം ഒരു പോസ്റ്റിൽ കെട്ടിയിട്ട് നിലയിൽ കുഞ്ഞു മൊയ്തീൻ നിൽക്കുന്ന ഫോട്ടോ എല്ലാം തന്നെയുണ്ട്. ഇയാൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ഇത്തരത്തിലാണ് പറയുന്നത്: ഇയാൾ ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ പരാതി അതൊരു വ്യാജ പരാതിയായിരുന്നു. ആ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ 75 ദിവസത്തോളം ജയിലിൽ കിടന്നു. ആ ജയിൽവാസം അനുഭവിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു. അവിടെ വെച്ച് 6 അംഗ സംഘം ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയും പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. ഇവർ ഈ പരാതിക്കാരിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമായിരുന്നു. ഈ മർദ്ദിച്ച സംഘത്തിലൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനടക്കമുണ്ട് എന്ന് പരാതിയിൽ പറയുന്നു. ഈ കുഞ്ഞു മൊയ്തീന്റെ പരാതിയിൽ നിലവിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. 6 പേരുടെ പേരിലാണ് FIR ഇട്ടിട്ടുള്ളത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് താമരശ്ശേരി പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കുഞ്ഞു മൊയ്തീൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ പരാതിയും വ്യാജ പരാതിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ബെൻസൺ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.